ഹായ് ഓൾ. ഏകദേശം ഒരാഴ്ചയോളം ചങ്ങനാശ്ശേരിയിലുള്ള എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ്. ട്രെയിനാണ് പോകുന്നത്. വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ട്രെയിനാണ് പോകാറുള്ളത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു വിൻഡോ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ലക്ക് തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടി. ഏകദേശം ഒരു 6-6:30 ആയപ്പോഴത്തേനും എറണാകുളത്തെത്തി വണ്ടി. നമ്മൾ എന്നിട്ട് അപ്പോൾ തന്നെ എൻ്റെ ഇച്ഛാനോട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകാം എന്ന രീതിയിൽ നിന്നു. പക്ഷേ എനിക്ക് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ഛാനോട് പറഞ്ഞു എനിക്കൊരു കുപ്പി വെള്ളം മേടിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിൽ കയറി ഒരു കുപ്പി വെള്ളം വാങ്ങി. എന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ ഓട്ടോറിക്ഷ ടൈമിൽ ആ ചെറിയൊരു ദൂരം പറഞ്ഞു കലൂരിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു താല്പര്യക്കുറവ് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ ഊബർ പിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഊബർ പിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ ഊബറൊക്കെ പിടിച്ച് തിരിച്ച് കലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപാടെ ഫ്രഷപ്പ് ആവാനുള്ള പരിപാടികളിലേക്കാണ് ആദ്യം കടന്നത്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്ര ചെയ്തതിൻ്റെ. അങ്ങനെയൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി വെക്കുന്നുണ്ട്. ഫ്രഷപ്പ് ആയതിനു ശേഷം ഞാൻ വാസ്ലീൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻചാൻഡറിൻ്റെ ഒരു ബോഡി ക്രീമും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇട തൊട്ട് ഒരു കാസിൽ പ്രോഡക്ട്സിൻ്റെ ഒരു കുങ്കുമാതി ക്രീം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ഫ്രഷപ്പ് അടിച്ചു. അങ്ങനെ ഇച്ചാൻ എനിക്കൊരു ബിരിയാണി വാങ്ങി തന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാണ്ടിറ്റിയുള്ള ബിരിയാണി ആയിരുന്നു. ഇച്ചാൻ വാങ്ങിയത് കപ്പ് ബിരിയാണിയാണ്. രണ്ടും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മളിത് വാങ്ങിയത് റപ്പായിസിൽ നിന്നാണ്. നല്ല ഫുഡ് കഴിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഉറക്കം വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ ബെഡിലേക്ക് കയറി. അപ്പോൾ ഇത്തേക്കുള്ള ഗൈസ് ടാറ്റാ.